തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11 രേഖകൾ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 11 രേഖകളിൽ ആധാർ കാർഡില്ല, ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡില്ല, സുപ്രധാനമായ രേഖകൾ ഒഴിവാക്കിക്കൊണ്ട് ന്യൂനപക്ഷ ദളിത് വിഭാഗത്തിൽപ്പെട്ട മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള 65 ലക്ഷത്തോളം പേരുകൾ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമല്ലേ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ നിലയിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ്. സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ ആ ആക്ഷേപം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, സതുദ്ദേശപരമല്ലെങ്കിൽ ജയിൽ ശിക്ഷ അടക്കമുണ്ടാകുമെന്നുള്ള പരോക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ്റെ പരാമർശം ഒരു തരത്തിലുള്ള ഭീഷണി കൂടിയാണ്. ഈ നിലയാണ് ഇലക്ഷൻ കമ്മീഷൻ തുടരുന്നതെങ്കിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള നടപടികളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. കാരണം ഗൗരവതരമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആരോപണങ്ങൾ ഉന്നയിച്ചയാളിനെ പരോക്ഷമായി രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്, ആദ്യം ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ് അവകാശവാദം ഉന്നയിക്കുന്നത്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള 1950 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 21-ാം വകുപ്പനുസരിച്ചിട്ടാണ് ഇലക്ടറൽ റോൾസ് പുനഃപരിശോധിക്കുന്നത്, റിവൈസ് ചെയ്യുന്നത്. ആ ഒരു നടപടി പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ എവിടെയാണ് ചർച്ച ചെയ്യാൻ കഴിയുന്നത്? ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കോണ്ടക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ്റെ ബിഹേവിയർ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ മിസ്ബിഹേവിയറിനെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടല്ല ആക്ഷേപം ഉന്നയിക്കുന്നത്. പ്രധാനമായും SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ 4 മാസം മാത്രമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളപ്പോഴാണ് ഈ പരിഷ്കാരവുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വരുന്നത്. വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ന്യൂനപക്ഷ ദളിത് വോട്ടർമാർ ഉൾപ്പെടെ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉൾപ്പെടെ ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണ്. അതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഹരിയാനയിലും പരീക്ഷിച്ച അതേ തന്ത്രമാണ് ബീഹാർ സംസ്ഥാനത്തും തുടർന്ന് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പരീക്ഷിക്കാൻ വേണ്ടി BJP പരിശ്രമിക്കുന്നത്. അതിനൊത്താശ നൽകുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രൂപത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഉണ്ടായാൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ രാജ്യത്തെ അംഗീകൃത ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവർ പറയുന്നത് മുഖവിലേക്കെടുക്കാനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകാതെ വരുന്ന പക്ഷം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ ഇന്ത്യൻ പ്രതിപക്ഷം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ഒഴിവാക്കാൻ ഗവൺമെൻറ്റും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.